ഓഗസ്റ്റ് 9 ശനിയാഴ്ച. മത്തായി 17:14 മുതൽ 20 വരെ വാക്യങ്ങൾ. ഒരു ദിവസം ഒരു സിംഹം ഒരു എലിയെ പിടിച്ചു. സിംഹം ആ ചെറിയ ഇരയെ വിഴുങ്ങാൻ ഒരുങ്ങുമ്പോൾ എലി നിലവിളിച്ചു, "ഓ വലിയ മൃഗമേ, എന്നെ ഒഴിവാക്കൂ. എപ്പോഴെങ്കിലും എനിക്ക് നിനക്ക് പ്രത്യുപകാരം ചെയ്യാൻ കഴിഞ്ഞേക്കും." ഇത് കേട്ട് സിംഹം ചിരിച്ചുകൊണ്ട് അലറി, കൊള്ളാം. പക്ഷെ ഒരു ചെറിയ എലിക്ക് തന്നെ സഹായിക്കാൻ കഴിയുമെന്ന ആശയത്തിൽ അവൻ വളരെ രസിച്ചു ആ ചെറിയ മൃഗത്തെ മോചിപ്പിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വേട്ടക്കാർ സിംഹത്തെ പിടികൂടി. അവർ അവനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് ഒരു കൂടെടുക്കാൻ പോയി. അവർ പോയപ്പോൾ എലി യാദൃച്ഛികമായി അതിലെ കടന്നുപോയി. സിംഹത്തിൻ്റെ അവസ്ഥ കണ്ട് അവൻ സിംഹത്തെ കെട്ടിയിരുന്ന കയറുകൾ കടിച്ചു കീറി സ്വതന്ത്രനാക്കി. അന്ന് സിംഹം ഒരു പ്രധാന പാഠം പഠിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതും ഇതുതന്നെയാണ്. വലുതായതുകൊണ്ട് എല്ലാം ആകുന്നില്ല. യേശു പറഞ്ഞു, നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല. ഇന്നത്തെ സുവിശേഷം വിശ്വാസത്തിൻ്റെ ശക്തിയെയും സംശയത്തിൻ്റെ അനന്തരഫലങ്ങളെയും എടുത്തു കാണിക്കുന്നു. ശിഷ്യന്മാർക്ക് തൻ്റെ ഭൂതബാധിതനായ മകനെ സുഖപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്ന ഒരു പിതാവിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ശിഷ്യന്മാരുടെ അല്പവിശ്വാസത്തിന് യേശു അവരെ ശാസിക്കുകയും ആ കുട്ടിയെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. കടുകുമണി പോലുള്ള ചെറിയ വിശ്വാസത്തിന് പോലും പർവ്വതങ്ങളെ നീക്കാൻ കഴിയുമെന്നും തടസ്സങ്ങളെ മറികടക്കാൻ യേശുവിലുള്ള വിശ്വാസം അനിവാര്യമാണെന്നും ഈ ഭാഗം ഊന്നിപ്പറയുന്നു. ശിഷ്യന്മാർ കുട്ടിയെ സുഖപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടത് ഒരുപക്ഷെ അവരുടെ മുൻകാല അനുഭവങ്ങളിലും കഴിവുകളിലും സ്വാശ്രയത്തിലുമുള്ള അവരുടെ തെറ്റായ ആശ്രയത്വത്തെ തുറന്നു കാട്ടുകയാണ്. യേശുവിലല്ല അവർ തങ്ങളുടെ കഴിവ് കണ്ടത്. യേശുവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം കഴിവുകളിൽ ആശ്രയിക്കുമ്പോൾ ഭയം, സംശയം, അഹങ്കാരം അല്ലെങ്കിൽ സ്വയം പര്യാപ്തത എന്നിവയുടെ അതിശക്തമായ പർവ്വതങ്ങളെ നാം നേരിടേണ്ടി വരും. ഒരു കടുകുമണിയോളം ചെറിയ വിശ്വാസത്തിന് പോലും പർവ്വതങ്ങളെ നീക്കാൻ കഴിയുമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ ഒരു പ്രധാന കാര്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിപ്പമല്ല, മറിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ ലക്ഷ്യമാണ് പ്രധാനം. അത് യേശു ആയിരിക്കണം. പ്രാർത്ഥന, ആരാധന, അവൻ്റെ വാഗ്ദാനങ്ങളുടെ വിശ്വാസം എന്നിവയിലൂടെ നാം അവനുമായുള്ള നമ്മുടെ ബന്ധം ആഴത്തിലാക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വളരുന്നു. നമ്മുടെ വിശ്വാസയാത്രയിൽ പല വെല്ലുവിളികളും പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും നാം നേരിടും. അതാണ് നമ്മുടെ പർവ്വതങ്ങൾ. നമ്മെ നിരുത്സാഹപ്പെടുത്താനും തകർക്കാനും സാത്താൻ ഈ പർവ്വതങ്ങളെ ഉപയോഗിക്കുമ്പോൾ നമ്മെ ശക്തിപ്പെടുത്താനും കെട്ടിപ്പടുക്കാനും ദൈവം അവിടെ പ്രവർത്തിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ രചയിതാവും പൂർണ്ണത വരുത്തുന്നവനുമായ യേശുവിൽ നമ്മുടെ കണ്ണുകൾ ഉറപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം ലഭിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, അവൻ്റെ ശക്തിയിലും അവൻ്റെ നന്മയിലും ആശ്രയിക്കുന്നതിലൂടെ നമുക്ക് ജീവിതത്തിൻ്റെ പർവ്വതങ്ങളെ മറികടക്കാനും നമ്മുടെ വിശ്വാസയാത്രയിൽ ദൈവത്തിൻ്റെ മഹത്വവും വിശ്വസ്തതയും പരിവർത്തന ശക്തിയും അനുഭവിക്കാനും കഴിയും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.